നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് രാഷ്ട്രതന്ത്രശാസ്ത്രം, കറണ്ട് ഫാക്ട്സ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതിസമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനു വേണ്ടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ എന്തെല്ലാം? മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗമേത്? ഭാഗം 4. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമേത്? 4A. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം ഏത് മൗലിക അവകാശത്തിൽ പെടുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ഏത് മൗലിക അവകാശത്തിൽ പെടുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ കുട്ടികൾ വൃക്ഷത്തൈ നടുന്നത് വഴി ഏത് മൗലിക കർത്തവ്യമാണ് നിറവേറ്റുന്നത്? പരിസ്ഥിതി സംരക്ഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങൾ പെടാത്തത് ഏത്? ഓപ്ഷൻ എ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, ഓപ്ഷൻ ബി സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, ഓപ്ഷൻ സി ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, ഓപ്ഷൻ ഡി അവസര സമത്വം. ഉത്തരം ഓപ്ഷൻ സി ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഏത് മൗലിക അവകാശത്തിൽ പെടുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. ഇത് ഏത് മൗലിക അവകാശത്തിൽ പെടുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ്. നിലവിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല. ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. 2. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. 3. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. 4. 5 വർഷമാണ് കാലാവധി. ഉത്തരം പ്രസ്താവന 2, 4. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. 5 വർഷമാണ് കാലാവധി. ശരിയായ പ്രസ്താവനകൾ: രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? തിരുത്തണി. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയം. 2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ ഏത് കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നു? സ്ഥിര കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗം ഏത്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യനിർവഹണ വിഭാഗം ഏത്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. ഓപ്ഷൻ ബി സുപ്രീം കോടതി, ഹൈക്കോടതി, കീഴ്ക്കോടതികൾ. ഓപ്ഷൻ സി രാഷ്ട്രപതി, കേന്ദ്ര മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതി, കേന്ദ്ര മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ലോക്സഭയെക്കുറിച്ചുള്ള പ്രസ്താവനയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു. ഓപ്ഷൻ സി 5 വർഷമാണ് കാലാവധി. ഉത്തരം ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണർ. തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷം.
ഭരണഘടനയുടെ 246 വകുപ്പനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഇനം ഓപ്ഷൻ എ ക്രമസമാധാനം, ഓപ്ഷൻ ബി തദ്ദേശ സ്വയംഭരണം, ഓപ്ഷൻ സി പൊതുജനാരോഗ്യം, ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ഇ.കെ. നായനാർ. ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റായിരുന്നു? 11ാമത്തെ. മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? അമേരിക്കൻ ഭരണഘടന. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ശങ്കരനാരായണൻ പോറ്റി. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം എന്നീ ഭരണഘടകങ്ങളുടെ സാരഥിയായിരുന്ന ഏക വ്യക്തി പട്ടം താണുപിള്ള. എന്തിനു പകരമുള്ള പുതിയ സംവിധാനമാണ് 2015 നിലവിൽ വന്ന നീതി ആയോഗ് ആസൂത്രണ കമ്മീഷൻ? ഡയറ്റ് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ്? ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യരക്ഷാ ഉപദേഷ്ടാവ് ബ്രിജേഷ് മിശ്ര. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട കേരളത്തിലെ ഏക മുഖ്യമന്ത്രി ആർ ശങ്കർ. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ആരുടെ അധ്യക്ഷതയിലാണ് നടക്കുന്നത്? ലോക്സഭാ സ്പീക്കർ. ജപ്പാനിലെ പാർലമെൻറ്റിൻ്റെ പേര് ഡയറ്റ്. ലോക്സഭാംഗമാകാനുള്ള കുറഞ്ഞ വയസ്സ് 25 വയസ്സ്. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത്? ഓപ്ഷൻ എ വിധിശക്തി, ഓപ്ഷൻ ബി പൗരത്വം, ഓപ്ഷൻ സി രാജ്യരക്ഷ, ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണം. ഉത്തരം ഓപ്ഷൻ എ വിധിശക്തി. ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ പ്രായം 62 വയസ്സ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷനായിരുന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.